ഒന്ന് കാണുക. സെക്രട്ടേറിയറ്റിലേക്കും വിളിച്ചിട്ടുണ്ട്, മുനിസിപ്പാലിറ്റിയിലേക്കും വിളിച്ചിട്ടുണ്ട്. ഇത് രണ്ടുപേരും രണ്ടിടത്തുനിന്നും കിട്ടിയ മറുപടിയും കേട്ടിട്ട് നിങ്ങൾ അഭിപ്രായം എഴുതണം. തീർച്ചയായും ദയവായിട്ടൊന്ന് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് വിടുക. ഇത് ഇനി അവസാന ഘട്ടമാണ്. ഒന്ന് വിളിക്കുവാണ്, എല്ലാവരും ഒന്ന് കേട്ടോളൂ. അത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിനൊക്കെ. സാറേ നമസ്കാരം, തൊടുപുഴയെന്നായിരുന്നു വിളിക്കണേ. ഒരു 5000 പേരുടെ ഒപ്പ് വിട്ടോണ്ടേ ഞാൻ ഇതിട്ട് മുനിസിപ്പൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ബാത്റൂമിന്റെ കേസിന് വന്നായിരുന്നു. അപ്പൊ അതിന്റെ അപ്ഡേഷൻ എന്തെങ്കിലും ആയോ എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു സാറേ വിളിച്ചത്. അജയ് തന്നെ. തൊടുപുഴ മുനിസിപ്പൽ സെക്രട്ടറിക്ക് അയച്ചിട്ടുണ്ടല്ലേ? അതെ അതെ, അവിടെ ബന്ധപ്പെട്ടാൽ അവിടെ ഈ നമ്പർ പ്രകാരം അവിടെ പോയി ചോദിക്കുക. അതുപോലെ മിനിസ്റ്റർ ഓഫീസിലേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു നിവേദനം അത് മുനിസിപ്പൽ സെക്രട്ടറിക്ക് 28/4 അയച്ചിട്ടുണ്ട്. മുനിസിപ്പൽ സെക്രട്ടറിയുടെ മെയിൽ ഐഡിയിലേക്ക് അയച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഇവിടുന്ന് തപാൽ വഴി അയച്ചിട്ടുണ്ട്. അതിന്റെ ഒറിജിനൽ തപാൽ വഴി അയച്ചിട്ടുണ്ട്. ഒന്ന് അവിടെ നാളെ ഒന്ന് പോയിട്ട് അതിന്റെ സ്റ്റാറ്റസ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ സാറേ, താങ്ക് യു. മുനിസിപ്പൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡില്ലേ പൊതു ശൗചാലയം നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ഞങ്ങൾ ടെൻഡർ ചെയ്തേക്കുന്നത് റീടെൻഡറിനകത്ത് അത് നടപ്പിലാവും. അല്ലേ? അപ്പൊ നടപ്പിലാവും എന്നുള്ള ഏകദേശം ഉറപ്പല്ലേ? അതായത് ബാക്കി അതിന്റെ ടെക്നിക്കൽ സാക്ഷൻ കിട്ടാൻ താമസം വന്നേ. ടെക്നിക്കൽ സാക്ഷൻ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ടെൻഡർ ചെയ്തു. അടുത്ത ടെൻഡർ ചെയ്തിട്ടുണ്ട്. എന്നത്തൊക്കെ സാറേ? എഞ്ചിനീയറിന്റെ പ്രോജക്റ്റ് ആണ്, എഞ്ചിനീയർ ചെയ്യുന്നത്. അപ്പൊ അവിടെ കഴിഞ്ഞ ചെയർമാനോട് മീറ്റിംഗിൽ പറഞ്ഞത് ഇങ്ങനെ ടെൻഡർ ചെയ്തിട്ടുണ്ട് ഇതിന്റെ കാര്യം പറഞ്ഞത്. ഓക്കെ സാർ, അതിനുവേണ്ടി ഒരുപാട് ഓടിയത് അതുകൊണ്ടാട്ടോ വിളിച്ചു ചോദിച്ചത്. ഓക്കെ സാറേ, താങ്ക് യു.